നായർ അജയൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് 24-നെ കുറിച്ചാണ് പറയുന്നത്. പെറുക്കിത്തരം പറയുന്ന ഈ ചാനല് നിരോധിക്കേണ്ടതാണ്. ശബരിമലയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഗോകുലം ഗോപാലൻ സാർ ഭീമട്ടരുടെയും ഉടമസ്ഥതയിൽ ശ്രീകണ്ഠൻ നായർ ചീഫായ സ്ഥാപനമാണ് 24 ചാനൽ. ശബരിമല യുവതീ പ്രവേശന സമയത്ത് യുവതികളെ പ്രവേശിപ്പിക്കാൻ ആക്രാന്തം കാട്ടിയ ശ്രീകണ്ഠൻ നായർ മോൻസൺ മാവുങ്കലിന്റെ കള്ളച്ചെമ്പോല സത്യമാണെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ കേരള ശ്രീ കിട്ടിയ രാഘവരിയെയും കൂടി ഗൂഢാലോചന ചമച്ചതും ഇതേ ശ്രീകണ്ഠൻ നായർ. ഗുരുവായൂരപ്പനെ ബീഡി വലിപ്പിച്ചു എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടതും ശ്രീകണ്ഠൻ നായർ. ഇദ്ദേഹത്തിന് ഹിന്ദുക്കളോടും ആചാരങ്ങളോടും പുച്ഛമാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ആചാരങ്ങളെയും മറ്റ് ഭയഭക്തി ഭവ്യതയോടെ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ട് ഹിന്ദു ആചാരങ്ങളോട് മറ്റൊരു നയം കാട്ടുന്ന ഇയാളെ കൈകാര്യം ചെയ്തിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ചെന്ന് കിടന്നാലോ എന്ന് വരെ എന്നെ പോലുള്ള മുതിർന്ന പൗരന്മാർ ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. വിഷയത്തിലേക്ക് വരാം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352/386 പ്രകാരം കേന്ദ്ര സേനകൾ സംസ്ഥാനത്ത് വരണമെങ്കിൽ അത് രേഖാമൂലം ആവശ്യപ്പെടണം. ശബരിമലയിൽ CRPFന്റെ 2 പ്ലാറ്റൂണുകളാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും NDRFും ഡ്യൂട്ടിക്കായി ഉള്ളത്. ടവർ ഡ്യൂട്ടിക്കും ശബരിമലയിലെ പിൻഭാഗ ഡ്യൂട്ടിക്കുമാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകളെ നിയോഗിക്കുന്നത്. അവർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ അധികാരമില്ല. കൂടാതെ കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗം അത്യന്താധുനിക അനാൾഡ് റൈഫിൾ AK-203യുമായി ഡ്യൂട്ടിയിലുമുണ്ട്. എന്നിട്ടും 24 ന്യൂസ് ഇത്തരത്തിൽ പറയണമെങ്കിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ച വീഴ്ച മറച്ചു വെക്കാനാണെന്ന് വ്യക്തം. അവസാനമായി എനിക്കൊരു സംശയം കൂടിയുണ്ട്. അമ്പലങ്ങളിൽ കൃത്രിമ തിരക്കുണ്ടാക്കി തിരക്കും പറഞ്ഞ് ആ ഉത്സവത്തിന്റെ ശോഭ അല്ലെങ്കിൽ പ്രഭ കെടുത്താനായി പലരും ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിലൊരു സ്ലാം പെയ്ഡ്, അതായത് തിക്കും തിരക്കും എന്ന് വച്ചാൽ കൃത്രിമമായി തിരക്കുണ്ടാക്കി ചിലരുടെ ഗൂഢ ഉദ്ദേശം നടപ്പാക്കിയത് 1981 ഡിസംബർ 4 ഡൽഹിയിലെ കുത്തബ് മീനാറിലായിരുന്നു. അന്ന് 14-നും 16 വയസ്സിനും ഉള്ള പിഞ്ചു പെൺകുട്ടികളെയാണ് നരാധമന്മാർ ലക്ഷ്യം വെച്ചത്. കുത്തബ് മീനാറിൽ ഈ കുട്ടികൾ കയറിയ സമയത്ത് സഞ്ജയ് ഗാന്ധിന്റെ കൂട്ടുകാർ, അതായത് സഞ്ജയ് ഇതിനും ഒരു കൊല്ലത്തിന് മുൻപേ കൊല്ലപ്പെട്ടുവെങ്കിലും ആ ഗ്യാങ് സജീവമായിരുന്നു. അന്ന് കോൺഗ്രസ് ഗുണ്ടകളാണ് ഡൽഹി തെരുവ് ഭരിച്ചിരുന്നത്. മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഇവർ കുത്തബ് മീനാറിന്റെ മുകളിലേക്ക് പടിക്കെട്ടുകൾ കയറുന്ന ഈ പെൺകുട്ടികളുടെ രഹസ്യ ഭാഗങ്ങളിൽ ബാക്കി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. പേടിച്ചറണ്ട ഈ പിഞ്ചു കുട്ടികൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ താഴേക്ക് പടിക്കെട്ടിലൂടെ ഓടി. ഫലമോഹോ 45 കുഞ്ഞു പെൺമക്കളുടെ ജീവൻ നഷ്ടമായി. കൃഷ്ണപ്രിയയുടെ അച്ഛനായ സ്വർഗീയ ശങ്കരൻകുട്ടി അണ്ണനെ പോലുള്ള ഒരച്ഛൻ ഇല്ലാതിരുന്നത് ഇവരുടെ ഭാഗ്യം. 2025 ഫെബ്രുവരിയിൽ പ്രയാഗ്രാജ് കുംഭമേള സമയത്ത് തിക്കിലും തിരക്കിലും 30 പേർ മരിച്ചിരുന്നു. ലേറായി അമ്പലം 7 പേർ, ശ്രീ ഗുണ്ടിച്ച അമ്പലം 3 പേർ, ശ്രീ വിഷ്ണുദേവി മന്ദിർ 80-ലധികം, 2008 ദേവി മന്ദിർ 167, ചാമുണ്ടിയിൽ 30 പേർ. തീർന്നില്ല. ശബരിമലയിൽ 2011 ജനുവരി 14 പുൽമേട് ദുരന്തം 102 പേർ കൊല്ലപ്പെട്ടു. ശബരിമലയെ എങ്ങനെയൊക്കെ തകർക്കാമോ അങ്ങനെയൊക്കെ തകർക്കാൻ നോക്കുന്ന ചിലരുണ്ട്. അവർ കൃത്രിമമായി തിക്കും തിരക്കും അപകടമുണ്ടാക്കി നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊല്ലാനുള്ള പ്ലാൻ മെനയുകയാണോ? റിംസിൻ പോലുള്ള അതിമാരക വിഷവുമായി നടക്കുന്നവരുടെ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കാഫിറുകളെ കൊല്ലുക എന്നത്. അത് നടപ്പാക്കാനാണോ സുരക്ഷയുടെ കാര്യത്തിൽ നാമമാത്ര റോൾ മാത്രമുള്ള കേന്ദ്രസേനയെ ഇവരെല്ലാം പഴിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പോസ്റ്റ് കോപ്പി എടുത്ത് സ്വന്തം പേരിൽ പ്രചരിപ്പിക്കുക. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ശബരിമലയെ നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ വലിയൊരു നിറകുടമാണ് പത്മനാഭസ്വാമി. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. പക്ഷെ ശബരിമലയിൽ ഒരു പ്രത്യേക വൈകാരികമായ ഇടപെടൽ കൂടിയുണ്ട് ഭക്തർക്ക് എന്നുള്ളത്. ശബരിമലയിൽ 41 ദിവസം വ്രതമെടുത്ത് അല്ലെങ്കിൽ ഇനി ഒറ്റ ദിവസമായാലും വ്രതമെടുത്ത് അയ്യപ്പനെ കണ്ട് തിരിച്ചു മടങ്ങി വരിക എന്ന് പറയുന്ന ഒരു സായുജ്യം കിട്ടിയ ഒരു പ്രതീതിയാണ് ഭക്തർക്ക് എന്ന് പറയുന്നത്. അപ്പോ അവിടെ എത്തുമ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം. അത് ഭക്തന്റെ അവകാശമാണ്. സർക്കാർ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ അവിടെ 10,000 മുതൽ 15,000 കോടിയുടെ വരുമാനം ഒരു മണ്ഡലകാലത്ത് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൽ ടോയ്ലറ്റുകൾ അടക്കം, അല്ലെങ്കിൽ പമ്പ വൃത്തിയാക്കൽ അടക്കം, അവർക്ക് വെള്ളം കൃത്യ സമയത്ത് വെള്ളം എത്തിക്കുന്നത് അടക്കം,
എല്ലാ സുരക്ഷയും സർക്കാരിന്റെ നിയന്ത്രണത്തിലും വേണം ഉണ്ടാകേണ്ടത്. അവിടെ കേന്ദ്ര സർക്കാർ വന്നില്ല, കേന്ദ്ര സർക്കാർ എത്തിയില്ല, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അഭാവം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്, ഈ തിക്കും തിരക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, കേന്ദ്ര സർക്കാർ കേന്ദ്ര സേനകളെ വിളിച്ചിട്ട് അവർ വരാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള മുടന്ത ന്യായം പറഞ്ഞാൽ ഒരു മണ്ഡലകാലം അവസാനിക്കുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ അടുത്ത മണ്ഡലകാലത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ടതാണ്. കേന്ദ്രസേനയ്ക്ക് ഇതല്ല ജോലി. കേരള പോലീസിന് ഇവിടെ കള്ളക്കേസുകൾ ഉണ്ടാക്കുക, നല്ലവരായ പോലീസുകാരുണ്ട്, ശബരിമലയിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന സ്വാമിമാരായ പോലീസുകാരുണ്ട്. അവരെ ഒരു തരത്തിലും പറഞ്ഞാൽ അയ്യപ്പ കോപം ഉണ്ടാകും, അതുകൊണ്ട് ഒരു തരത്തിലും അവരെ മോശം പറയുന്നില്ല. നല്ലവരായ വരുന്ന ഭക്തരെ മുഴുവൻ സ്വന്തം വീട്ടിലുള്ള ആളുകളെ പോലെ അത്രയും നന്നായി കെയർ ചെയ്യുന്ന നല്ലവരായ പോലീസുകാരുണ്ട്. അവര് ഒരുപാട് ദിവസം അവിടെ അത്രയും കഠിനമായ ചൂടിലും അത്രയും കഠിനമായ തിക്കിലും തിരക്കിലും ഒക്കെ നിന്നുകൊണ്ടാണ് ഭക്തരെ സേവിക്കുന്നത്. അവർക്കൊരു എത്ര അഭിനന്ദനങ്ങൾ നൽകിയാലും എത്ര നന്ദി അറിയിച്ചാലും മതിയാകില്ല. അത്തരത്തിൽ നല്ലവരായ ഒരുപാട് പോലീസുകാരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എടുത്തുകൊണ്ട് സ്വന്തം മക്കളെ പോലെ എടുത്ത് നിർത്തി സന്നിധാനത്തേക്ക് എത്തിക്കുന്ന പ്രായമായവരെ, അമ്മമാരെയൊക്കെ സ്വന്തം വീട്ടിലെ അമ്മമാരെ പോലെ കണ്ട്, അച്ഛന്മാരെ പോലെയൊക്കെ കണ്ടു കൊണ്ടുപോകുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. നിങ്ങളൊന്നുമല്ല പറയുന്നത്. നിങ്ങളെ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെയൊക്കെയുള്ള അയ്യപ്പ കോപം കിട്ടും, അതുകൊണ്ട് നിങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അല്ലാത്ത ഒരുപാട് പോലീസുകാരുണ്ട്, പലരെയും കള്ളക്കേസിൽ കൊടുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന, പല കള്ളത്തരങ്ങളും നടത്താൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒക്കെ ഒരുപാട് പോലീസുകാരില്ലേ കേരള പോലീസിൽ. അവരെയൊക്കെ ഒരു കുറച്ച് നാളുകൾക്ക് മുൻപേ പരിശീലനമൊക്കെ കൊടുത്ത് ശബരിമലയിൽ എത്തിക്കണം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എന്തെല്ലാം ജോലിയുണ്ട്. അവർക്ക് ഈ സ്ഫോടനം നടക്കുമ്പോൾ അവിടെ ഓടിയെത്തണം. ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെ അല്ലല്ലോ, അവിടെ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര കലാപം നടത്താനുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമായി രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന ഒരുപാട് എണ്ണം ഉണ്ട്. ഇതിനെയൊക്കെ പിടിക്കണം, ഇതിന്റെയൊക്കെ വേരുകൾ തേടി പോകണം, പിന്നെ അതിന്റെയൊക്കെ വേരുകളെ പിഴുതെറിയണം, അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇനി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നറിയണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്ര സേനയ്ക്കുണ്ട്. CRPF-നായാലും അല്ലെങ്കിൽ മറ്റ് BSF-നായാലും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിനായാലും, ഇപ്പൊ ITBP, ടിബറ്റ് ബോർഡർ പോലീസ്, ഇന്ത്യൻ ടിബറ്റ് ബോർഡർ പോലീസ്, അവർക്ക് അവരുടേതായ പണിയുണ്ട്. ഒരു യുദ്ധം വന്നാലോ ഒരു സ്ഫോടനം നടന്നാലോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ രാജ്യത്തുണ്ടായാലും അവര് പിന്നെ കണ്ണ് തുറന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടവരാണ്. പിന്നെ 8, 9, 10 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്നവരല്ല. ഏത് നിമിഷവും രാജ്യത്ത് പിന്നെ അക്രമകാരികൾ കയറാം, സ്ഫോടനം നടക്കാം, ഏത് സമയത്തും നമ്മുടെ രാജ്യം തകർക്കാൻ ആളുകൾ വരാം. ഇതൊന്നുമില്ലാതെ സുരക്ഷിതമായി നമ്മൾ ഇരിക്കുന്ന ഒരുപാട് സ്ഫോടനം പ്ലാൻ ചെയ്തിട്ട് ഒന്നിൽ മാത്രം അത് അവസാനിച്ച് പിന്നെ അത് പാളിപ്പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ സേനകൾ അത്രയും ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കശ്മീർ പോലീസും ഹരിയാനയിലെ പോലീസും അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും NIA-യും ഒക്കെ പിന്നെ നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ കണ്ണിമ വെട്ടാതെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അവർക്ക് ജോലിയില്ലേ? ഈ സ്ഫോടനത്തിന്റെ പിന്നിലാണ് അവരൊക്കെ. തിരിച്ചടി രാജ്യം ചർച്ച ചെയ്യുമെന്ന് അമിത്ഷാ പറയുന്നത് എന്തിനാണ്? എല്ലാ തീരുമാനം കൂടി എടുത്തുകൊണ്ടാണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് പറയുമ്പോൾ സർക്കാരിനെ വെള്ളപൂശാനായി കേന്ദ്ര സേനകളുടെ നെഞ്ചത്ത് കയറാൻ കേന്ദ്രസേന ശബരിമലയിൽ വരാത്തത് കൊണ്ടാണ്. ഒരു ദിവസം 2 ലക്ഷം ഭക്തർ വരും. ആ 2 ലക്ഷം ഭക്തരെ നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിവില്ലെങ്കിൽ പിന്നെ ആ സേന വച്ചുകൊണ്ടിരിക്കണമെന്ന് ഉള്ളത് പിന്നെ പിണറായി സഹാവാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പിന്നെ കേന്ദ്രത്തിന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ സർക്കാരിന്റെ പരസ്യമൊക്കെ വേണം, പരസ്യമൊക്കെ ഉണ്ടെങ്കിലേ ചാനലുകൾ നിലനിന്ന് പോകൂ, പരസ്യമൊക്കെ വേണം, പിന്നെ ശമ്പളം കൊടുക്കാൻ പരസ്യം വേണം, സർക്കാരിന്റെ ചില കാര്യങ്ങൾ സർക്കാരിനൊന്ന് മയക്കി പൊടിയിട്ട് ഒക്കെ നിന്നാലേ, നട്ടലൊളച്ചൊക്കെ നിന്നാലേ ചാനലിൽ പരസ്യമൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടില്ല എന്നല്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഏതിനും കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചത്തിട്ട് കയറാൻ പോകണ്ട. അവർക്ക് അവരുടേതായ ഒരുപാട് ജോലിയുണ്ട്.